ഇന്ന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ദിവസമായിരുന്നു. പക്ഷെ എന്ത് പറയാനായിട്ട് രാവിലെ തന്നെ നല്ലൊരു വീഴ്ചയിലൂടെ ആയിരുന്നു ഇന്നത്തെ എൻ്റെ ദിവസം തുടങ്ങിയത്. പക്ഷേ എന്തായാലും ഇനി നമ്മൾ വീണാലും എന്ത് സംഭവിച്ചാലും നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടല്ലോ, അത് നമ്മൾ ചെയ്താൽ മാത്രമേ ശരിയാവുള്ളൂ. നമ്മളെ കൊണ്ട് മാത്രമേ അങ്ങനെ ചെയ്ത് കൊടുക്കാനും പറ്റൂ. അങ്ങനെയുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള കുറേ ബാധ്യതകളും അങ്ങനെയുള്ള കുറേ കടമകൾ എന്ത് പറയണ്ട, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളിൽ ഇങ്ങനെ നിക്ഷിപ്തമാണല്ലോ. ഓരോ വീട്ടമ്മമാരിലും അങ്ങനെയാണ് കാര്യങ്ങൾ. അവരവർ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പണ്ടൊക്കെ നമ്മൾ ഓർമ്മയില്ല, നമ്മുടെ അമ്മമാരൊക്കെ ഇങ്ങനെ സുഖമില്ലാണ്ട് കിടന്നാലും അവർ എത്ര വയ്യാണ്ട് കിടന്നാലും നമുക്കായിട്ട് കാര്യങ്ങൾ അവർ കൃത്യമായിട്ട് ചെയ്തു തരും. അതിന് കിടക്കപ്പായി കിടന്നുകൊണ്ടാണെങ്കിലും അങ്ങനെ തന്നെ. അതുപോലൊരു ദിവസമായിരുന്നു എൻ്റെത്. അപ്പോൾ ഇന്ന് അടുത്ത് കേശുവിൻ്റെ ഫ്രൂട്ട് സലാഡ് ഡേ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് മുന്തിരിയും പച്ചമുന്തിരിയും കറുപ്പുമുന്തിരിയും ആയിരുന്നു ഞങ്ങൾക്ക് കൊണ്ടുപോവേണ്ടത്. ഈ ലോകം മൊത്തം അലഞ്ഞ് ഞങ്ങൾ പച്ചമുന്തിരിയും കറുപ്പുമുന്തിരിയൊക്കെ കൊണ്ടുവന്ന്. പക്ഷെ ഇതാ മുന്തിരി നമ്മൾ കൊണ്ടുപോകുമ്പോഴേക്ക് അത്രയും ഇതായിട്ട് കൊണ്ടുപോകണമല്ലോ. അങ്ങനെ രാവിലെ തന്നെ മഞ്ഞപ്പൊടിയിലൊക്കെ ഇട്ട് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വെള്ളത്തിൽ കുറേ നേരം മുന്തിരിയൊക്കെ ഇട്ട് വെച്ചിരുന്ന് അതിനുശേഷം ഒരു 3-4 വെള്ളം നന്നായിട്ട് കഴുകിയതാ ഓരോ പാത്രത്തിലാക്കിയാണ് ഞങ്ങൾ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ 1 കിലോ കറുപ്പ് മുന്തിരിയാണ് പറഞ്ഞത്. ഇപ്പോൾ ഏകദേശം 3/4 കിലോ കറുത്ത മുന്തിരി കാണുള്ളൂ. ഇത്രയും അതിൽ അഴുകിപ്പോയി. ഇതിപ്പോൾ നമ്മുടെ സാധാരണ മുന്തിരിയല്ലേ എന്ന് വെച്ചാൽ എന്ത് പറയാനായിട്ട്, നമ്മൾ പണ്ട് തൊട്ടേ കാണുന്നത് എന്തോ ഓർഗാനിക്കായിട്ടുള്ള മുന്തിരി ഇതാണെന്ന് തോന്നുന്നു. ബാക്കിയെല്ലാം പിന്നെ ഹൈബ്രിഡനോ അങ്ങനെ എന്തോ ആണെന്നാണ് എൻ്റെ വിചാരം. കാരണം അതൊക്കെ നമ്മളിപ്പോൾ കണ്ടു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ആ പല വേരിയൻ്റ് ആയിട്ടുള്ള മുന്തിരികൾ. ഈ പച്ചമുന്തിരി ആയാലും അങ്ങനെ തന്നെ. നമ്മളൊക്കെ കുഞ്ഞിലേ തൊട്ടേ ആ ഒരു കറുത്ത മുന്തിരി അത് ചിലപ്പോൾ പുളിപ്പനായിരിക്കും, കുരുവുള്ളതായിരിക്കും. ഇപ്പോൾ സീഡ്ലെസ് ഒക്കെ ആയിട്ടുള്ളത് നല്ല മധുരമുള്ള മുന്തിരികളൊക്കെ കിട്ടുമല്ലോ. നമ്മൾ അങ്ങനത്തെ മുന്തിരി വാങ്ങാനാണ് പോയത്. പക്ഷേ കടക്കാർ പറയണം അതിൻ്റെ സീസൺ കഴിഞ്ഞെന്നാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ മഴ ആയതുകൊണ്ടാണ് മുന്തിരി വരാഞ്ഞതെന്ന്. അപ്പോൾ ആ മുന്തിരി വേറെ എന്ത് പറയാം, ഒരു 1/4 കിലോ മുന്തിരിയോളം ഇന്ന് രാവിലെ എടുത്തപ്പോഴേക്കും അഴുകിപ്പോയി. പിന്നെ അഴുകിയത് മൊത്തം മാറ്റി അതിനെ ക്ലീൻ ആക്കി അതൊരു പാത്രത്തിലാക്കി. അടുത്ത് പച്ചമുന്തിരി, ഈ മുന്തിരി പിന്നെ പ്രശ്നമൊന്നുമില്ല, അഴുകലോ കാര്യങ്ങളോ 1-2 മാത്രമേ അഴുകിയതായിട്ടും അഴുകിയതെന്ന് പറയാൻ പറ്റില്ല, പൊട്ടിയതായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനെയൊക്കെ കഴുകി മാറ്റി ഇനി കേശുവിനുള്ള ഊത്തപ്പം ഉണ്ടാക്കണം. ഇന്ന് മോന് ഊത്തപ്പമാണ് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അത് ഇനി പാത്രത്തിൽ അല്ല, ദോശ ചുട്ടെടുക്കണം. അപ്പോൾ ഞാൻ 2 കുഞ്ഞൻ ദോശയാണ് ചുടണത്. ഇതിപ്പോൾ വീഡിയോയിൽ കാണുന്നതുകൊണ്ടാണ് കുറച്ചുകൂടെ വലുതായിട്ട് തോന്നുന്നത്. അപ്പോൾ 3 ദോശ ചുട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്യാബേജും ക്യാരറ്റും ബീട്രൂട്ടും കൂടെ നമ്മളിങ്ങനെ കൊത്തി അരിയുമല്ലോ, അതേപോലെ അരിഞ്ഞ് അതിൻ്റെ മുകളിലങ്ങ് വെച്ച് കൊടുത്തിട്ട് ഇതിങ്ങനെ ചെറുതീയിൽ ഒരുപാട് സമയം വേവിക്കുമ്പോഴേക്കും നന്നായിട്ട് വെന്ത് വന്നോളും. അപ്പോൾ ഇതാണ് ഇന്ന് കേശുവിന് കൊടുത്തു വിടാനായിട്ട് പോണത്. അപ്പോൾ എല്ലാവരെയും കേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. അപ്പൊ കേശു പോവാനായിട്ട് റെഡിയായി. കേശുവിൻ്റെ ഫ്രൂട്ട് സലാഡ് ഡേ ആണ്. അതുകൊണ്ട് ഇന്ന് കേശുവിന് ഗ്രേപ്സ് ആയിരുന്നു കൊണ്ടുപോകാനുള്ളത്. അങ്ങനെ അതിനെല്ലാം ക്ലീൻ ആക്കി അറിഞ്ഞൂടാ. മുന്തിരി, കറുത്ത മുന്തിരിയും പച്ചമുന്തിരിയും. അപ്പൊ നമ്മള് അതിന്റെ മഞ്ഞൾപ്പൊടിയിലൊക്കെ ഇട്ട് വൃത്തിയായിട്ട് കഴുകി 2 പാത്രത്തിലാക്കി ഇറുത്തൊക്കെയാണ് വെച്ചത്. പക്ഷെ ചേട്ടാ ഈ മുന്തിരി കുറേയൊക്കെ പോയി കേട്ടോ അഴുകി. ഇതിപ്പോ 3/4 കിലോ കാണുള്ളൂ, കാരണം 1/4 കിലോ മുന്തിരിയോളം അഴുകിപ്പോയി. ഇത് ഒന്നാമത്തെ കാര്യം എന്തെന്നറിയാമോ, ഇത് മറ്റേ ഒറിജിനൽ നമ്മള് സാധാ എന്തെന്ന് പറയാ ഒറിജിനൽ മുന്തിരി ഇല്ലേ, അതാണ്. അപ്പൊ അതുകൊണ്ട് അത് പെട്ടെന്ന് അഴുകിപ്പോവും. ഇത് പച്ചമുന്തിരി പ്രശ്നമില്ല. പച്ചമുന്തിരി കറക്റ്റ് 1 കിലോ തന്നെ കാണും. മതി സ്കൂളിൽ കൊണ്ടുപോയിട്ട് കഴിക്കാം. അപ്പൊ അതിനെയും ക്ലീൻ ആക്കി പാത്രത്തിലാക്കി വെച്ച് ഇനി ഇതെല്ലാം റെഡിയാക്കി വെച്ച് പിന്നെ 10 പേപ്പർ കപ്പ് വേണമായിരുന്നു. അത് 10 പേപ്പർ കപ്പ് വാങ്ങിയിട്ടുണ്ട്. ഇത് കേശ് സ്റ്റാർ ആയിട്ടാണ് പോകുന്നത്. പിന്നെ സ്പൂണ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ മിൽക്ക് മെയ്ഡ്. ഇത്രയുമാണ് കൊണ്ടുപോകാനുള്ളത്. അപ്പൊ പിള്ളേർക്ക് എല്ലാവർക്കും ഈ കോമൺ ആയിട്ടുണ്ട്. ഈ പേപ്പർ കപ്പും സ്പൂണും മിൽക്ക് മെയ്ഡും എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഫ്രൂട്ട്സ് മാത്രമാണ് പലർക്കും പലത്. അപ്പൊ കേശുവിന് ഇന്ന് ഗ്രേപ്സ് ആണ്. അപ്പോൾ അതെല്ലാം ഇവിടെ റെഡി ആക്കി വെച്ച് ഇന്ന് കേശുവിന് ഈവനിങ് സ്നാക്സ് ഇല്ല. കേശുവിന് ഈവനിങ്ങിലാണ് ഫ്രൂട്ട് സലാഡ് വരുന്നത്. കേശുവിന് എന്തുകൊണ്ട്, കേശുവിന് മാംഗോ ആണ് അല്ലേ? കേശു മാംഗോ ആയിട്ടാണ് പോണത്. അപ്പൊ ഉച്ചയ്ക്ക് കൊണ്ടുപോകാനായിട്ട് എപ്പോഴത്തെയും പോലെ മാംഗോ കേശു ആണ്. ടൊമാറ്റോ റൈസ്. കേശു ഇതാണ് ഇന്ന് ഉച്ചയ്ക്ക് കൊണ്ടുപോവാൻ. ടൊമാറ്റോ റൈസ്, പിന്നെ
മോർണിംഗ് സ്നാക്സ് എന്തിരുന്ന് കാണണ്ടേ കേശുക്കുട്ട? ഊത്തപ്പം. മോർണിംഗ് സ്നാക്സ് ഊത്തപ്പം. ഇതാണ് കേശു ഇന്ന് കൊണ്ടുപോകാനായിട്ട് പോണത് അല്ലേ മോന? ഇന്നിനി കേശുവിന്റെ സ്നാക്സും ലഞ്ച് ബോക്സും ഒക്കെ ബാഗിലാക്കിയിട്ട് ആ ലഞ്ച് ബാഗിൽ വേണം ഈ സംഭവങ്ങൾ കൊണ്ടുപോകാനായിട്ട്. കൊണ്ടുപോകുമ്പോ സ്റ്റാൻഡേർഡ് ആയിട്ട് കൊണ്ടുപോകണ്ടേ കേശു? വേണ്ട ഇവിടെ മോർണിംഗ് സ്നാക്സും ലഞ്ചും ഒക്കെ അമ്മ ബാഗിലാക്കിയിട്ടുണ്ടേ. കേശു ഇടങ്ങോട്ട്, സമയമായി. ഇത്രയും നേരം മഴ മാറിയിരിക്കുകയായിരുന്നത്. പിള്ളേർ സ്കൂളിൽ പോകാൻ സമയമായപ്പോ ഭയങ്കര ഒരു മഴ വരണം. വെളിയിൽ പരസ്പരം കാണാൻ പറ്റാത്ത അത്ര ഇരുണ്ട് കിടക്കും. അല്ല എന്തായാലും കാറിലല്ലേ പോകാൻ പറ്റുള്ളൂ. കേശുവിന് ഇതൊക്കെ കൊണ്ടുപോകണോണ്ട്. കേശുക്കുട്ടൻ കണ്ടില്ലായിരുന്നു, ഇന്ന് രാവിലെയാണ് കണ്ടത് അല്ലേ കേശു? മാംഗോ കാണിച്ചെങ്കിൽ ഇന്നലെ ഇവിടെ ആയിരുന്നെ. ഫ്രൂട്ട് സലാഡ് ഡേ ഇന്നലെ ഇവിടെ ആഘോഷിച്ചേനെ കേശു. കേശുക്കുട്ട ഇതെല്ലാം ഇതിനകത്ത് വെച്ചിട്ടുണ്ടേ കേട്ടാ. വേണ്ട നോക്കടേ ഒന്ന്. ഇതാ ബാഗിനകത്ത് വെച്ചിരിക്കുകയാണെന്നെല്ലാം. ഡയറി ഒക്കെ ഉണ്ടല്ലേ. ഡയറി കേശു ടവലും വെച്ചിട്ടുണ്ടേ മോനെ. അപ്പൊ കേശു വേണ്ട ഈ ബനിയനാണ് ഇന്ന് ഇടണത്. ഇന്ന് പുതിയ ബനിയൻ വാങ്ങിച്ചിരുന്നു. കേശു മാംഗോ ആവണതുകൊണ്ട് നമ്മളൊരു ഗ്രീനും യെല്ലോയും കൂടെ കളറുള്ള ഒരു ബനിയൻ വാങ്ങിച്ചിട്ടുണ്ട് കേശുവിന് ഇടാനായിട്ട്. ഇന്ന് യൂണിഫോം അല്ല മോനെ. അവന് എല്ലാ ദിവസവും യൂണിഫോം ഇടണം. ഇടാ മാംഗോ ഇതിന്റെ പിറത്താണ്ടിടണം. നോക്കട്ടെ, ഇവിടെ നിന്നാണ് നോക്കട്ടെ. വേറെ ബാഗ് ഏത് എടുക്കാൻ? ഞാൻ വിചാരിച്ചു മോന്റെ ലഞ്ച് എല്ലാം മാറ്റിയിട്ട് ഇത് ഈ ബോക്സ് ഇതിനകത്തിരിക്കുന്നില്ല. അതിൽ കൊണ്ടുപോകുന്ന വിലക്കോ? ഞാൻ ഇതിൽ കൊണ്ടുപോകാം. പക്ഷെ ചെറിയ ടിന്നില്ല, അല്ലെങ്കിൽ അതിൽ വെച്ചോണ്ട് പോയാൽ മതിയായിരുന്നു. അപ്പൊ ഇനി ലഞ്ച് നല്ല സ്റ്റാൻഡേർഡ് ബാഗ് ഒന്നുമില്ല. ഇന്ന് ലഞ്ചെല്ലാം ഇതിനകത്ത് തന്നെ വെക്കാം. അപ്പൊ പിന്നെ തിരിച്ചു വേ, ഇങ്ങനെ കമിഴ്ത്താ നേരെ വേ. അങ്ങനെയല്ലേ വെക്കാതല്ലേ. അപ്പൊ തിരിച്ച് കേശുവിന്റെ ലഞ്ച് ബാഗിൽ ആ ബോക്സ് എല്ലാം ആക്കിയിട്ട്, അല്ല എപ്പോഴും കൊണ്ടുപോകുന്ന രീതിയിലാക്കി ഈ ബാഗിൽ വെക്കുകയാണ്. മിൽക്ക് മെയ്ഡിൽ പേരെഴുതണമായിരുന്നു. ഞാൻ അതിൽ എഴുതി. എല്ലാത്തിലും പേരെഴുതണമെന്ന് പറയുമല്ലോ. അപ്പൊ ഞാൻ മിൽക്ക് മെയ്ഡിൽ സഹിതം പേരെഴുതിയിട്ടുണ്ട് ഗോവിന്ദൻ. അപ്പൊ ഇതാണ് കേശുവിന്റെ ഫ്രൂട്ട്സ് സലാഡ് ഡേക്കുള്ള സാധനങ്ങൾ. ഇനി കേശുവിനെ ഫ്രൂട്ട്സ് ആക്കണം. കേശു അല്ല, ഒരു വീഡിയോ എടുക്കാനായിട്ട് അവിടെ ചെന്നിട്ട് തന്നെ വാ ആ ബെൽറ്റ് ഒക്കെ മാറ്റ്. ഇത് വാ നോക്കട്ടെ കറക്റ്റ്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാടാ, എന്നാലും വീഡിയോ എടുക്കണം. നേരെ ഒന്നല്ലേ. കേശുവിന് ക്രൗൺ ഒക്കെ വെച്ച് കേശുവിന്റെ കിരീടധാരണം കഴിഞ്ഞ് അമ്മ സ്റ്റാപ്ലർ അടിച്ചു വെക്കാണ്. ഒട്ടിച്ചിട്ടേ ആ പശ ഒട്ടണില്ല. ഒട്ടണ പക്ഷെ ഇളകി പോണം. അതെ വാ നോക്കട്ടോനെ. കേശു വാ 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 വാ. യുവരാജാവ് വാ വാ വാ. ഇനി വാ. ഇനി കിരീടം ചെങ്കോല്. നിലന്നില്ലേ മാംഗോ. നിലന്നില്ലേ. അമ്മ തൽക്കാലം ഇത് വീഡിയോയ്ക്ക് വേണ്ടി ഒന്ന് കിട്ടട്ടെ. ഒന്നും ചെയ്യല്ലേ, അമ്മ എടുക്കാം. ആ വീടുക്കൻ. കിങ് ഓഫ് ഫ്രൂട്ട് കളർ മാംഗോ. ഇതാണ്
കളർ ഏതാണ് മാംഗോയുടെ? നീ അത് പിടിക്കല്ലേ, അതിലിട്ട് പിടിക്കല്ലേ. ഇങ്ങോട്ട് നോക്കടാ മോനെ, ഇതിലേക്ക് കുറച്ചുകൂടെ ബാക്കിലോട്ട് നിന്നാണ് മോനെ, കുറച്ചുകൂടെ ബാക്കിലോട്ട് നിന്നാണ്, ബാക്കിലോട്ട് നിന്നല്ലേ. ഇനി പറഞ്ഞാണ്. ഇപ്പഴല്ലേ ഫുള്ള് അവിടെ പോയില്ലേ, അവിടെ ബാക്കിലോട്ട് പോയിന്നില്ലേ എന്റെ പൊന്നോ, ബാക്കിലോട്ട് പോ. ആ സ്ട്രോബെറി സെറ്റ് ചെയ്ത് വീഴരുത്. ഒന്നും കൂടെ പറഞ്ഞാണ്. മാംഗോ മാംഗോ വിച്ച് കളർ മാംഗോ? കളർ ഏതെന്ന് പറ. യെല്ലോ. മിഡ്ക്ക് ഇത്രയാണ്. എന്തെങ്കിലും ഒരു സെന്റൻസ് പറഞ്ഞാൽ മതി, അവരെ കൊണ്ട് അത്രയല്ലേ പറ്റുള്ളൂ. കേശു എന്താണ് മാംഗോ? അതോടെ പറഞ്ഞാണ് മാംഗോ കിങ് ഓഫ്. അത്ര പറഞ്ഞാലും മതി, സെന്റൻസ് ആയിട്ട് പറയണമെന്നൊന്നുമില്ല. എന്തെങ്കിലും അതിനെപ്പറ്റി ഒരു സെന്റൻസ്, ഒരു വേർഡ് പറഞ്ഞാലും മതി. അങ്ങനെയല്ലേ ടീച്ചർ ഇന്നലെ പറഞ്ഞതല്ലേ? എന്തെങ്കിലും, കാരണം യുവമാരെ കൊണ്ടൊക്കെ ഇപ്പൊ അത്രയല്ലേ പറ്റുള്ളൂ. അപ്പൊ കേശു എന്തായാലും കിങ് ഓഫ് ഫ്രൂട്ട് എന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. പിന്നെ മാംഗോയുടെ കളർ എന്തോന്ന് കേശു? യെല്ലോ കളർ. അത്രയായി സമാധാനം. നല്ല സ്മാർട്ടായിട്ട് പറയണം കേട്ടോ കേശു. ടീച്ചർ ഇങ്ങനെ ലൈന് പിടിച്ച് എന്തോ കൊണ്ടുപോകും കേട്ടാ. പോകുമ്പോഴേക്ക് നല്ല സ്മാർട്ടായിട്ട് പറയണം. ഓക്കെ എന്തിനാ ആലോചിക്കണത്? ഇത്രയും നേരം മണി 8:15. സ്കൂൾ ബസ് പോയി. നമ്മൾ ഇന്ന് കുറച്ച് ലേറ്റ് ആയാണ് ഇറങ്ങിയത്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ആയിരിക്കും. അപ്പൊ സ്കൂൾ ബസ് പോയി. കേശുവിന്റെ സ്കൂളിലെ ബസ് കാണാം, അല്ലെങ്കിൽ പിള്ളേരൊക്കെ ഇവിടെ നിൽക്കുന്നത് കാണാം. നേരത്തെ പോയാ ഇനി ഈ സംഭവങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോ എന്താണെന്ന് അറിഞ്ഞൂടല്ലോ. ഒത്തിരി ലേറ്റായെന്നല്ല, നമ്മളെ കണക്കിൽ കുറച്ച് താമസിച്ചു. പക്ഷെ മഴയൊക്കെ തോന്നു നിൽക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങുമ്പോഴായിരുന്നു മഴ. നല്ല കോള് കെട്ടി കിടപ്പുണ്ട്, എപ്പോഴും വേണോ പെയ്യാൻ. നമ്മൾ സ്കൂളിലെത്തി കേശുവിനെ അങ്ങ് ക്ലാസ്സിലാക്കിയതിനു ശേഷം പെയ്താലും കുഴപ്പമില്ല, അല്ലേ കേശു? സ്കൂളിലും ഭയങ്കര മഴ. അയ്യോ, പട്ടി മാറാതെ നിൽക്കും ഫ്രണ്ട്. അങ്ങനെ കേശു വലിയ ആളായിട്ട് അതൊക്കെ കൊണ്ട് പോവുകയാണ്. ഞങ്ങളിന്ന് കുറച്ച് ലേറ്റായാണ് ഇറങ്ങിയത്, കാരണം ഇതുകൊണ്ട് ചെല്ലുമ്പോഴേക്ക് ഇനി പിള്ളേർക്ക് എല്ലാവരും കൂടെ കാര്യങ്ങൾ അറിയാലോ. പ്രത്യേകിച്ച് കേശുവിന് ഭയങ്കര കുരുത്തക്കേടാണ്. അവിടെ കിടന്നൊരു പ്രശ്നവും ബഹളമൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് ലേറ്റായിരുന്നു അവിടെ എത്തിയത്. അങ്ങനെ മോനെ സ്കൂളിലാക്കിയിട്ട് നേരെ കടയിൽ വന്നപ്പോഴേക്കും ഞങ്ങൾക്ക് ഇവിടെ 2 സ്റ്റെപ്പ് കെട്ടാനുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടാണ്. ആരെങ്കിലുമൊക്കെ വന്നാൽ, കുറച്ച് പ്രായമുള്ളവർ വരുമ്പോഴേക്ക് ഇങ്ങോട്ട് കയറാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കുറേ നാളുകൊണ്ട് വിചാരിക്കുകയാണ്, കുറേ നാളെന്ന് പറഞ്ഞാൽ 8-9 വർഷമായിട്ട് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സ്റ്റെപ്പ് കെട്ടണമെന്നുള്ളത്. അപ്പോൾ സാധാരണ ആരെങ്കിലുമൊക്കെ വരുമ്പോഴേക്ക് അങ്ങ് അറ്റത്തെ കടയിൽ അതുവഴി ആ ഒരു സൈഡ് വഴി കയറിയാണ് വന്നുകൊണ്ടിരുന്നത്. കുറച്ച് പ്രായമുള്ളവരല്ലേ കൂടുതലും വരുള്ളൂ കണ്ണാടി വാങ്ങാനായിട്ട്. അപ്പോൾ അതുവഴി വരുന്നത് ആ കടക്കാരന് ഇഷ്ടമല്ല, അയാൾക്ക് അതുപോലെ താല്പര്യമില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് പിന്നെ നമ്മൾ ഇന്ന് തന്നെ അത് കെട്ടാമെന്നും പറഞ്ഞ് ഇറങ്ങിയത്. അങ്ങനെ കുറച്ചു നേരം അവിടെ നിന്നിട്ട് എന്നെ ചേട്ടൻ നേരെ കൊണ്ടുതാ വീട്ടിലാക്കി. എനിക്കിനി ഇവിടെ ജോലി ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഈ പാവയ്ക്ക അമ്മ വന്നതിന് ശേഷം കട്ട് ചെയ്യാമെന്നും പറഞ്ഞ് നിർത്തി അവസാനം അത് താഴ്ന്ന് ഇങ്ങനെ പഴുത്ത് വരാനായിട്ട് തുടങ്ങി. ഇനിയും അവിടെ നിന്നാലും നമുക്കത് ഉപയോഗം ഇല്ലാണ്ട് പോവും. കന്നി കാച്ചതല്ലേ, അത് എങ്ങനെ കളയും? അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വാഴക്കൂമ്പുണ്ട്, പാവയ്ക്കയുണ്ട്, ഇതൊക്കെയാണ് ഇത് വെച്ചുള്ള വിഭവങ്ങളാണ് ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോണത്. എനിക്കാണെങ്കിൽ വാഴക്കൂമ്പ് തോരൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എവിടെ കണ്ടാലും വാഴക്കൂമ്പ് കാണുമ്പോൾ വാങ്ങും. പക്ഷേ ഈ വാഴക്കൂമ്പിൻ്റെ ഈ തോലുരിച്ച് കളയുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ ആ തോൽ ഉരിച്ച് നല്ല അതിൻ്റെ നല്ല തനി വെള്ള ഭാഗം എവിടെ കാണോ അവിടെ വരെ ഞാനിത് ഫുള്ള് ഉരിച്ച് കളയുമായിരുന്നു. അങ്ങനെ എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് എൻ്റെ അമ്മ പറഞ്ഞത്, ഇത് എന്തോന്നാണ് കാണിക്കുന്നത്, ഇങ്ങനെയാണോ വാഴക്കൂമ്പ് തോരൻ ഉണ്ടാക്കുന്നത്, വലിയൊരു പാചകക്കാരി വന്നിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ വിളിച്ച് വഴക്ക് പറയുമായിരുന്നു. നമ്മൾ ഈ മേഖലയിലോട്ടൊക്കെ ആദ്യമായിട്ടൊക്കെ നമ്മളിങ്ങനെ ഇറങ്ങി നമ്മൾ പിച്ച വെച്ച് നടന്നുകൊണ്ടിരിക്കണതല്ലേ ഉള്ളൂ. ഇപ്പോഴും ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമുക്ക് പഠിക്കാനുണ്ട്. പല കാര്യങ്ങളും ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ പഠിക്കുന്നതും. അങ്ങനെ ഞാൻ അതിൽ കുറച്ച് ഭാഗം മാത്രം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിനെ തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ച്. എൻ്റെ മനസ്സിൽ ഇങ്ങനെ എടുക്കും പോലെ കയ്പോ കാര്യങ്ങളോ വരുമോ അങ്ങനെയൊക്കെ ആയിരുന്നു.
അങ്ങനെ അതിനെ കുറച്ച് തോല് മാത്രം ഉരിച്ച് കളഞ്ഞ് വെച്ചപ്പോഴേക്കും ഇതാ വലിയത്, അത് വാഴക്കൊമ്പ് വലുത്. ഞാൻ എപ്പോഴും വിചാരിക്കും വലിയ വാഴക്കൊമ്പ് വാങ്ങിയാലും ലാസ്റ്റ് തോരൻ വെക്കാനായിട്ട് വരുമ്പോഴേക്ക് ചെറിയൊരു പീസേ കിട്ടുകയുള്ളെന്ന്. അത് ഞാനീ ഫുള്ള് ഉരിഞ്ഞ് കളഞ്ഞിട്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ ഫുള്ളും എനിക്ക് വേണ്ട പകുതി മാത്രം മതിയായിരുന്നു. കാരണം ഉച്ചക്കത്തേക്ക് ഞാനും ചേട്ടനും മാത്രമേ ഉള്ളൂ. പിന്നെ പുള്ളിക്കാരൻ ഇതൊക്കെ വെച്ച് കൊടുത്താൽ തോന്നിയാൽ കഴിക്കും, ഇല്ലേൽ കഴിക്കില്ല. ഇല്ലെങ്കിൽ ഞാനും അമ്മയും കൂടെ ആയിരുന്നെങ്കിൽ കഴിക്കുമായിരുന്നു. അപ്പോഴേക്കും മഴ തുടങ്ങി വെളിയിൽ. ഇപ്പോഴത്തെ മഴയുടെ ഒരു സ്റ്റൈൽ ഇങ്ങനെയാണല്ലോ, വിചാരിക്കുന്നുമ്പോൾ അങ്ങ് എടുത്തൊഴിക്കുമല്ലോ. ഞാൻ തുണികളൊക്കെ പറക്കി വെയിലത്തിട്ട്, കാരണം ഇപ്പം വീട്ടിനകത്തോട്ട് കയറുമ്പോൾ ഒരു മുഷിഞ്ഞ ഒരു സ്മെല്ല് പോലെയാണ്. തുണികളെല്ലാം വീട്ടിനകത്തോട്ടല്ലേ ഉണക്കണത്. പ്രത്യേകിച്ച് കേശുവിൻ്റെ യൂണിഫോമൊക്കെ ഉണങ്ങി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫാനിൻ്റെ മൂട്ടിലിട്ടിരുന്നാലും നമ്മൾ ഉണങ്ങി കിട്ടും, പക്ഷെ ആ ഒരു വെള്ള നിറം മാറൂല. വെള്ള നിറമല്ല, ആ ഒരു വെള്ളമയം മാറൂലല്ലോ. അങ്ങനെ ഇതാ എൻ്റെ പാവയ്ക്കയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പാവയ്ക്കത പഴുത്ത് അതിനകത്തിരിക്കുന്ന കുരു കണ്ടില്ലേ. എനിക്കാണെങ്കിൽ ആ കുരു കണ്ടപ്പോഴേക്ക് സത്യം പറഞ്ഞ് അങ്ങോട്ട് കഴിക്കാൻ തോന്നി. ഇത്രയും നല്ല ചുവപ്പ്, ഇതാ ഇങ്ങനെ ഒരു ഇത്രയും പ്യുവറായിട്ടുള്ള നല്ല ഒരു ചുവപ്പ് കളർ അങ്ങനെ കണ്ടിട്ടേ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. അത്ര രസമായിരുന്നു കാണാനായിട്ട്. നല്ല ഭംഗിയുള്ള ഒരു ചുവപ്പായിരുന്നു. ചുമയിരിക്കുകയായിരുന്നു. പക്ഷേ ഒരു കുരുവങ്ങയുടെ വായിലിട്ടാലും തീർന്നല്ലോ. നമ്മൾ 14 ലോകവും കാണും. അങ്ങനെ അതൊക്കെ അവിടെ കവറിലാക്കി, ആ വേസ്റ്റൊക്കെ ഞാൻ ആ കവറിലാക്കി വെക്കുകയാണ്. എന്നിട്ട് ഞാൻ വിചാരിച്ച് എനിക്കാണെങ്കിൽ ഇത് മെഴുക്കുവരട്ടിയൊക്കെ വെച്ച് കഴിക്കണം, അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല. ചേട്ടനാണെങ്കിൽ പിന്നെ ആ ഭാഗത്തേക്ക് നോക്കാറ് പോലുമില്ല. ഈ പാവയ്ക്കൊക്കെ കൊടുത്താൽ ഒരുപാട് ഗുണമുള്ള സംഭവമാണ്. പക്ഷെ പറഞ്ഞിട്ട് എന്ത്, നമുക്ക് ബാക്കി രുചിയും കൂടെ വേണമല്ലോ. അപ്പോൾ അമ്മയാണെങ്കിൽ ഇതിനെ എങ്ങനെയൊക്കെയോ മെഴുക്കൊക്കെ പുരട്ടി എടുക്കുമ്പോഴേക്ക് അത് കയ്പ്പ് കാണും, എന്നാലും വലിയ പ്രശ്നമില്ലാണ്ടിരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ അമ്മയും ഇല്ലല്ലോ. അങ്ങനെ ഞാൻ വിചാരിച്ച് എന്ത് ചെയ്യാന്ന് അതിനെ അങ്ങ് വറുക്കാന്ന്. ഞാൻ ഇന്നലെയോ മിനിങ്ങാന്ന ഒരു വീഡിയോ കണ്ടതിൽ, ഒരു റീൽസിൽ കണ്ടതാണ്. പാവയ്ക്ക ഇങ്ങനെ പച്ച പാവയ്ക്ക വറുത്ത് കോരി എടുത്തിട്ട് അതിൽ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് എടുക്കണത് കണ്ടപ്പോൾ നമുക്ക് ചിലത് കാണുമ്പോൾ നമുക്കത് പരീക്ഷിച്ച് നോക്കാനും ഒന്ന് കഴിച്ച് നോക്കാനൊക്കെ തോന്നുമല്ലോ. അത് കണ്ടപ്പോൾ തൊട്ടേ എനിക്കത് തോന്നിയായിരുന്നു. അങ്ങനെ ഇനി വാഴക്കൂമ്പ് തോരനും വെക്കണം, പാവയ്ക്ക വറുക്കുകയും വേണം. അതൊക്കെയാണ് അടുത്ത ജോലികൾ. അങ്ങനെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ട് കറിവേപ്പിലയിട്ട് വറ്റൽമുളകിട്ട് വാഴക്കൂമ്പ് തോരനിട്ട് കുറച്ച് സവോള കൊത്തിയരിഞ്ഞതിട്ട് കുറച്ച് പച്ചമുളക് കൊത്തിയരിഞ്ഞതിട്ട് ഇനി കുറച്ച് തേങ്ങാപ്പീരയും കൂടെ തിരികെതും കൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൂട്ടിയതിന് ശേഷം അങ്ങ് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുത്താൽ നല്ല സൂപ്പറായിട്ട് അതിങ്ങനെ വെന്ത് കിട്ടിക്കോളും. പിന്നീട് നമുക്ക് മല്ലിപ്പൊടി ചേർക്കില്ല, മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി, ഒരല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടിയെടുത്താൽ നമ്മുടെ കീടിലൻ ഞാൻ എന്തോന്നാണ് പറയണത്, കീടിലൻ കൂമ്പ് തോരൻ എന്താ അവിടെ റെഡിയാവും. വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഉഴുന്നും കൂടെയൊക്കെ കടുക് വറുത്തിട്ട് കൊടുക്കാം. അപ്പോൾ അതവിടെ ഇരുന്ന് ഞാൻ പറഞ്ഞ രീതിയിലൊക്കെ വെന്ത് വന്നോട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് പാവയ്ക്ക് ഇവിടെ റെഡിയാക്കണം. ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കണമുണ്ട്. പക്ഷേ ഈ കൈ അറിയാണ്ട് ഞാൻ വെറുതെ ഒന്നിങ്ങനെ എന്തോ മുഖത്തിരുത്തിങ്ങനെ ഞാൻ തുടച്ചതാണ്. അപ്പോഴും ചെറുതായിട്ട് നമ്മുടെ ചുണ്ടിലോട്ടൊക്കെ കൈ വരുമല്ലോ, അപ്പം തന്നെ ഭയങ്കരമായിട്ട് കഴിക്കുന്നുണ്ട്. നല്ല കയ്പ്പാണെന്ന് തോന്നുന്നു. ഇനി ഇത്രയും പഴുത്തിട്ടാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ പാവയ്ക്കൊക്കെ കയ്പ്പെന്ന് പറയണത് ഒരു അതിശയോക്തിയുള്ള കാര്യമല്ലല്ലോ. അത് ആ കയ്പ വല്ലരി എന്ന് പറഞ്ഞാൽ അത് കയ്പ്പാണ്. അതിൽ ഞാൻ അപ്പുറത്തോട്ട് വേറെ അതിനുള്ള സ്വാദൊന്നും നമ്മളെ വർണ്ണിക്കേണ്ടെന്ന് കാര്യമില്ല. ഞാൻ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് മൊത്തത്തിലൊന്ന് തിരുമ്മി കൂട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടപ്പോൾ പിന്നെ വേറൊരു കാര്യമുള്ള, ഇത് കണ്ടാലുണ്ടല്ലോ എന്തൊരു ഭംഗിയാണങ്ങ്, നമുക്ക് ചുമ്മായൊക്കെ അങ്ങ് എടുത്ത് കഴിക്കാനൊക്കെ തോന്നും. പക്ഷേ നമ്മൾ പല ആൾക്കാരൊക്കെ ഇങ്ങനെയല്ലേ പറയണത്, അയ്യോ കാണുമ്പോലെയല്ല അടുത്താലേ ആളിൻ്റെ സ്വഭാവം അറിയാൻ പറ്റുള്ളൂ എന്ന്. അതുപോലെ തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയായിട്ട് നല്ല ചുവന്ന് തുടുത്തോ അല്ലെങ്കിൽ നല്ല പച്ചയൊക്കെ ഇരിക്കും. നമ്മൾ അടുക്കുമ്പോഴല്ലേ ആളിൻ്റെ തനി സ്വഭാവം നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇവനെങ്ങ് വറുത്ത് കോരി എടുക്കാം. അങ്ങനെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് ഇനി ഇതും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ എന്ത് കറിയിലും എനിക്ക് കറിവേപ്പില ധാരാളമാണ്. കാരണം ഇഷ്ടംപോലെ കറിവേപ്പില ഇരിക്കുകയില്ല, കുറേയൊക്കെ ഇരുന്ന് കരിഞ്ഞതുപോലെയൊക്കെ ഇരിക്കുകയാണ്. ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് കൂടിപ്പോയി 1 മാസമല്ലേ ഇരിക്കുള്ളൂ, ഇത് മാസക്കണക്കിനായില്ലേ. അപ്പോൾ കരിഞ്ഞതും അത് പ്രശ്നമൊന്നുമില്ല, അത് ഉപയോഗിക്കാമെന്ന് ഞാനിങ്ങനെ ഒരു വീഡിയോ കണ്ട്. ഇവിടെ ഓസ്ട്രേലിയയിലോ ജപ്പാനിലോ ഉള്ള ഏതോ ഒരു മലയാളി ഇട്ടിരുന്നതാണ്. അവർ ഇങ്ങനെയൊക്കെ നാട്ടിൽ വരുമ്പോഴാണ് ഇത്രയും കറിവേപ്പില കൊണ്ടുപോകണത്. അപ്പോൾ അവരിങ്ങനെ ഉണക്കിയൊക്കെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കണതെന്ന് പറഞ്ഞ് ഇതിന് മുന്നേക്ക് ഞങ്ങൾ എടുത്ത് കളയുമായിരുന്നു. ആ വീഡിയോ കണ്ടതിന് ശേഷം ഇപ്പോൾ കളയാറില്ല. കരിഞ്ഞതായാലും പ്രശ്നമില്ല, ഫ്രഷ് അല്ലേ. ഒരു
എന്ത് പറയാനായിട്ട് ഒരു പെസ്റ്റിസൈഡ്സും ചേർക്കാത്ത സാധനമല്ലേ, അപ്പോൾ ഞങ്ങളത് യൂസ് ചെയ്യും. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില എടുത്ത് അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വേറെ ഒന്നിനുമല്ല, കാണാനായിട്ട് നല്ല ഭംഗിയാണ്, അടുക്കളയിൽ നല്ല പച്ചപ്പായിട്ടൊക്കെ ഇരിക്കും. പിന്നെ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ഊരിയെടുത്ത് കറിവേപ്പില ഊരിയെടുത്ത് കറിയിലൊക്കെ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഒരടുപ്പിൽ അവിടെ പാവയ്ക്ക തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്, ഒരടുപ്പിൽ എൻ്റെ കൂമ്പ് തോരൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ അങ്ങോട്ടും ചാടി ഇങ്ങോട്ടും ചാടി രണ്ടും ഒരേ സമയം തയ്യാറാക്കി എടുക്കാനായിട്ട് ഉള്ള ശ്രമത്തിലാണ്. നമ്മളിങ്ങനെയാണല്ലോ, നമുക്ക് ഈ അടുക്കളയിൽ കയറാനുള്ള ഒരു താമസം മാത്രമേ ഉള്ളൂ. കയറി കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് അതങ്ങ് ചെയ്ത് തീർത്തോളുമല്ലോ. അത് നമുക്കുള്ള ഒരു കഴിവ് തന്നെയാണ്. നമ്മൾ ഒരു സമയം 100 കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യണത്. ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും മഴ പെയ്യേണ്ടത്. അപ്പോൾ ഓടി തുണി എടുക്കാൻ പോകും, അല്ലെങ്കിൽ തുണി വിരിക്കാൻ പോകും, അതിനിടയ്ക്ക് കുഞ്ഞ് കരഞ്ഞാൽ അങ്ങോട്ടോട്. എൻ്റെ ഭഗവാൻ, എന്തൊക്കെ കാര്യങ്ങളാണല്ലേ. അങ്ങനെ എൻ്റെ പാവയ്ക്ക, ഇതിനെന്ന് വേണമെങ്കിൽ പാവയ്ക്ക കൊണ്ടാട്ടമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. അപ്പോൾ ഈ പാവയ്ക്ക വറുത്തത് റെഡിയായി. ഇനി അതിലേക്ക് ഇതേപോലെ തേങ്ങാക്കൊത്ത്, പച്ച തേങ്ങാക്കൊത്താണ് ഇട്ട് കൊടുക്കണത്. അതിനെങ്ങനെ കട്ടിയായിട്ട് ഇട്ട് കൊടുക്കുമ്പോഴേക്ക് നമുക്ക് ആ ഒരു കയ്പിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ ഒന്നും കടിക്കാൻ കിട്ടുമ്പം ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തോന്നും. പക്ഷേ ഇങ്ങനെ ആക്കി എടുത്തപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. കയ്പ്പെന്ന് പറഞ്ഞാൽ എൻ്റെ ശിവനെ ഭയങ്കര കയ്പ്പാണ്, എന്നാലും പ്രശ്നമില്ല. കഴിച്ചപ്പോഴേക്ക് ഇതും കൂടെ ഉള്ളതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ട്. ചേട്ടൻ തൊടുമില്ല, നോക്ക പോലും ഇല്ല. പാവയ്ക്കെന്ന് പറയുമ്പോഴേ വെക്കണ്ടെന്ന് പറയും. അങ്ങനെ ഇനി നമ്മുടെ ബുള്ളറ്റ് മുളകില്ലേ, ഞങ്ങളിവിടെ അങ്ങനെയാണ് പറയാറ് ഞങ്ങളുടെ നാട്ടിൽ. നിങ്ങളുടെ നാട്ടിൽ ഈ മുളകിന് എന്ത് പേരെന്നൊന്നും എനിക്കറിയില്ല. എനിക്കിങ്ങനെ പച്ചമുളകായിരുന്നാലും ബുള്ളറ്റ് മുളകൊക്കെ ആയിരുന്നാലും ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞപ്പൊടിയും കായപ്പൊടിയും കൂടി ഇട്ട് ഇങ്ങനെ വറുത്ത് കോരി എടുത്തിട്ട് ചോറിൻ്റെ കൂടെ ആയിരുന്നാലും, പ്രത്യേകിച്ച് പുട്ട വയ്ക്കുമ്പോൾ ഞാൻ പയറിൽ ഇതിങ്ങനെ വറുത്തിടാറുണ്ട്. എന്തിൻ്റെ കൂടെയും കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്ക് ഇവിടെ, എനിക്കായാലും ചേട്ടനായിരുന്നാലും എരിവ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. എരിവ് കൂടുതൽ കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഇതിനൊന്ന് വറുത്ത് കോരി എടുക്കുകയാണ്. ഈ മുളക് കൊണ്ടാട്ടം ഇങ്ങനെ പൊരിച്ച് കഴിക്കണേക്കാളും എനിക്കിഷ്ടം ഇതുപോലെ ചെയ്തെടുക്കാനാണ്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കുമ്പോഴേക്കും. അപ്പോൾ എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർ, മുളക് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെയും കൂടെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഇത് കണ്ടില്ലേ, നല്ല മൂത്ത് വരണം കേട്ടോ, ഇല്ലെങ്കിൽ ഒരു പച്ച ചവത്ത് നമുക്ക് തോന്നും. നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്ക് ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് അറിയുമോ, എരിവ് ഒട്ടും പോകില്ല. നമ്മൾ ഈ കൊണ്ടാട്ടം ഉണ്ടാക്കുമ്പോഴേ അത് കൊണ്ടാട്ടം മുളക് എന്ന് പറഞ്ഞാൽ ആ തൈരിലൊക്കെ ഇട്ട് കുറേ കാലം എരിവൊക്കെ പോയതിന് ശേഷമായിരിക്കും നമ്മുടെ കയ്യിൽ കിട്ടണത്. ഇതങ്ങനെയല്ലല്ലോ. അപ്പോൾ അതും അവിടെ റെഡിയായി. കുറച്ച് തൈരിരിക്കുകയായിരുന്നു, അതും കൂടെ അങ്ങ് കലക്കി വെക്കാമെന്ന് വിചാരിച്ച്. ആദ്യം ഞാൻ വിചാരിച്ച് രസം ഉണ്ടാക്കാമെന്ന്, പിന്നെ വിചാരിച്ച് രസം വേണ്ട, കുറേ നാളായി തൈര് കൂട്ടി ചോറ് കഴിച്ചിട്ട്. അങ്ങനെ കുറച്ച് തൈരെടുത്ത് അതിൽ ഉപ്പൊക്കെ ഇട്ട് അതിനെ ഒന്ന് അടിച്ച് പതപ്പിച്ചൊക്കെ എടുത്ത് അതും കൂടെ വെച്ചിട്ടുണ്ട്. ചോറ് ഇത്രയേ ഉള്ളൂ, കാരണം അത്രത്തോളം തന്നെ മതിയാവും നമുക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വിഭവങ്ങൾ. ചോറ്, അയല മീൻകറി. അയല മീൻ ഇന്നലത്തതാണ്, ഇന്ന് ഞാൻ വറ്റിച്ച് വെച്ചിരിക്കുകയാണ്. കൂമ്പ് തോരനുണ്ട്, പാവയ്ക്ക വറവലുണ്ട്, പിന്നെ മുളക് പൊരിച്ചതുണ്ട്, തൈരുണ്ട്. അപ്പോൾ അതെല്ലാം ഞാനവിടെ റെഡിയാക്കി വെച്ചിട്ട്, പിന്നെ പാത്രങ്ങൾ കാണുമല്ലോ കഴുകാനായിട്ട്. ഞാനും വീണ കാര്യം പറഞ്ഞില്ലല്ലോ. ഞാൻ രാവിലെ ഒരു 5:30 മണിയൊക്കെ ആയപ്പോഴേക്ക് ഇന്ന് ഫുഡ് വേസ്റ്റ് എടുക്കുന്ന ദിവസമായിരുന്നു. അതുകൊണ്ട് വെളിയിൽ ഗേറ്റിൽ തൂക്കിയിടാൻ വേണ്ടി ഇറങ്ങിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എന്നാൽ 2 ദിവസം മുന്നേ ചേട്ടൻ അവിടെ വീണതാണ്. വീണിട്ട് ആൾക്ക് നല്ല ഇടിയൊക്കെ കിട്ടി, നടുവൊക്കെ ഇടിച്ചിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു പുള്ളിക്കാരന്. അപ്പോൾ ഞങ്ങൾ അവിടെ ഷീറ്റ് ഇടാനായിട്ടൊക്കെ അപ്പോഴത്തന്നെ ആളെ വിളിച്ച് കാണിച്ചതാണ്. കാരണം നമ്മൾ സ്റ്റെപ്പ് നനയും. അപ്പോൾ മോൻ എപ്പോഴും ഇങ്ങനെ ഓടി ഇറങ്ങുന്ന സ്ഥലമാണ്. ഞാനാണെങ്കിൽ എപ്പോഴും ആ വെള്ളം വീണാൽ അപ്പോഴൊക്കെ തൂത്തും എന്താ പറയുക തുടച്ചു നോക്കിയിടേണ്ടതാണ്. ഇപ്പോഴത്തെ അവസ്ഥ അറിയാമല്ലോ, മഴ ആയതുകൊണ്ട് ഒരു രക്ഷയുമില്ല. അങ്ങനെ ഞാനിങ്ങനെ അത് വെള്ളം കണ്ടിട്ട് ഞാൻ പതുക്കെ മനസ്സിൽ ആലോചിച്ചിട്ട് പതുക്കെ കാല് വെച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. വേസ്റ്റൊക്കെ എങ്ങോട്ടോ പോയി. ഞാൻ തലയും കുത്തി വീണെന്ന് പറയാം. എനിക്കും ചേട്ടൻ എങ്ങനെയാണോ വീണത് ആ സെയിം രീതിയിൽ തന്നെയാണ് ഞാൻ വീണത്. നടുവിനിടി കിട്ടി. പക്ഷേ എനിക്ക് കൈക്ക് പ്രശ്നമുണ്ടായിരുന്നു. കൈ ഞാനിങ്ങനെ ഊന്നിയപ്പോൾ കൈ നല്ല വേദനയെന്ന് വെച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദന. അവിടെ നിന്ന് എഴുന്നേക്കാൻ വരെ ബുദ്ധിമുട്ടായിട്ട് തോന്നി. അങ്ങനെ ഞാൻ അവിടെ കിടന്ന് ചേട്ടനെ വിളിച്ചിട്ട് ചേട്ടൻ വന്നിട്ടാണ് ഞാൻ അവിടെ നിന്നൊക്കെ എഴുന്നേറ്റത്. അപ്പോൾ ഇപ്പോഴും ഇന്നും എനിക്ക് കൈവേദന മാറിയിട്ടില്ല. കൈ ഒന്നിങ്ങനെ തിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നല്ല വേദനയാണ്. ആ കൈ മൊത്തം വേദന മാത്രമല്ല, നമുക്കൊരു കഴപ്പ് പോലെയൊക്കെ തോന്നുമല്ലോ, അതുപോലെ കൈ ഫുള്ള് വേദനയും കഴപ്പും ഒക്കെ ആയി. പക്ഷേ ഇതിപ്പോൾ വീട്ടിൽ അമ്മയും ഇല്ല. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ കൈവേദന കൈ കഴപ്പെന്നൊക്കെ പറഞ്ഞിരുന്നാലും നമുക്ക് കാര്യങ്ങൾ നടക്കില്ലല്ലോ.
അപ്പോൾ പണ്ട് അമ്മയൊക്കെ ഇങ്ങനെ അതിശയത്തോടെ നോക്കിയിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് കാലുവേദന, കൈവേദന, തലവേദന എന്നും പറഞ്ഞ് രാത്രി കിടക്കും. കൈയൊക്കെ ചിലപ്പോൾ മുറിഞ്ഞിട്ട് നന്നായിട്ട് ബ്ലഡൊക്കെ പൊയ്ക്കൊണ്ടിരിക്കണതും കാണും. പക്ഷേ എന്നാലും സൈഡിൽ കൂടെ അമ്മ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും അമ്മയ്ക്ക് ഇത് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യണതെന്ന്. പക്ഷെ നമ്മളിപ്പോൾ ആ സ്ഥാനത്ത് എത്തിയപ്പോൾ നമുക്ക് ഇതൊക്കെ ഒരു കാര്യങ്ങൾ, ഈ വലിയ കാര്യങ്ങളൊക്കെ നമുക്കൊരു കാര്യം അല്ലാതായി പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇനി 2 ദിവസം കൂടെ കൈക്ക് വേദന കുറവില്ല എന്നുണ്ടെങ്കിൽ കൊണ്ട് കാണിച്ചാലേ പറ്റുള്ളൂ. എനിക്കെല്ലാം ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്, പക്ഷെ കൈ ഇങ്ങനെ ഒന്ന് ചരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. നല്ല ഒരു പെയിൻ, ഒരു വലിവ് പോലെ തോന്നണുണ്ട്. മുമ്പ് ഇതുപോലെ കാലിൽ വന്നിട്ട് ഞാനത് ഒരാഴ്ച, ഏകദേശം 1.5 ആഴ്ചയോളം കൊണ്ട് നടന്നു. പിന്നെ ആയപ്പോൾ ഒട്ടും സഹിക്കാൻ വയ്യാണ്ട് വേദനയായി. അത് ഞങ്ങളന്ന് കാളഹസ്തിക്ക് പോയപ്പോഴായിരുന്നു. അവിടെ ഒരു ഹോട്ടലിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയപ്പോഴേക്ക്, അമ്പലത്തിൽ തൊഴുതിട്ട് ഹോട്ടലിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്. അപ്പോൾ നല്ല വേദന തോന്നി. പിന്നീട് അത് സാരമാക്കാണ്ട് എല്ലായിടമൊക്കെ നടന്നു. 1.5 ആഴ്ച വീട്ടിൽ വന്നിട്ട് അവിടെയൊക്കെ നടന്നതാണ്. പിന്നെ ആയപ്പോൾ ഒട്ടും പറ്റാണ്ടായി. നോക്കിയപ്പോഴും ഒരു ലിഗമെൻറ്റ് ഫ്രാക്ചർ ആയിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ എനിക്കിപ്പോൾ അത് എപ്പോഴും പേടിയാണ്, അങ്ങനെ ഒരു സംഭവങ്ങളാണോ. കൈക്ക് ഞാൻ കണ്ടില്ല, എല്ലാ ജോലിയും ഞാൻ ചെയ്യണുണ്ട്. അത് ഇടത് കൈക്കാണ്. ഞാനിങ്ങനെ വീണപ്പോഴേക്ക് കൈ സപ്പോർട്ട് കൊടുത്ത് കൈ ഊന്നിയതാണ്. അപ്പോൾ വീണിരുന്ന സമയത്ത് എനിക്ക് നടുവൊക്കെ ആയിരുന്നു വേദന. പിന്നീട് അങ്ങോട്ട് പോകും തോറുമായിരുന്നു നമുക്ക് അറിയാൻ പറ്റുള്ളൂ എവിടേക്കാണ് ഇടി കിട്ടിയതെന്ന്. പക്ഷേ കൈക്ക് ചെറിയ വലിയ പ്രശ്നമുണ്ട്. എന്തായാലും അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ വീഴ്ചയിലൂടെ ആയിരുന്നു ഇന്നത്തെ എൻ്റെ ദിവസത്തിൻ്റെ തുടക്കം. അപ്പോൾ കേശുക്കുട്ടൻ വന്ന ഉടനെ ചോദിക്കുന്നുണ്ട്, അമ്മയുടെ കൈ വേദന കുറവുണ്ടോ, കാല് വേദന കുറവുണ്ടോ, വീണത് എങ്ങനെയുണ്ടെന്നൊക്കെ മോൻ ചോദിക്കുന്നുണ്ട്. മോൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ മോൻ വന്ന് കുളിച്ചതാ. മോനെ വന്ന ഉടനെ മേലൊക്കെ കഴുകി സുന്ദരനാക്കി നിർത്തിയിട്ടാണ് ആഹാരമൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് ചേട്ടനാണ് വിളിക്കാൻ പോയത്. ചേട്ടൻ വിളിച്ചുകൊണ്ട് വന്നിട്ട് പുള്ളിക്കാരനൊരു കസ്റ്റമർ നിൽക്കണോണ്ട് അകത്തോട്ട് കയറിയത് പോലും ഇല്ല. ഞാനെല്ലാം ഫുഡ് ഉണ്ടാക്കി വെച്ചത് വെറുതെ വേസ്റ്റായി. ഞാൻ മടയായി, ആൾ കഴിക്കാൻ വന്നില്ലല്ലോ. പിന്നെ ഇപ്പോഴും എനിക്ക് ഇറങ്ങുമ്പോൾ പേടിയാണ്. ആ ഒരു വീഴ്ചയുടെ ഒരു ഭയം ഉള്ളിലുണ്ട്. ഇനി നാളെ കാപ്പിക്കുള്ള അരി വെള്ളത്തിടണമല്ലോ. അപ്പോൾ നാളെ രാവിലെ അപ്പം ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് കുറച്ച് പച്ചരി വെള്ളത്തിടുകയാണ്. പച്ചരി 2 വെള്ളം കഴുകിയാണ് അങ്ങ് വെള്ളത്തിയിട്ട് വെക്കുന്നത്. സത്യം പറഞ്ഞാൽ നല്ല വേദനയുണ്ട്. ഇടത് കയ്യിൽ ഞാൻ ഈ പാത്രമൊക്കെ പിടിച്ചിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഒരു വേദന മാത്രമല്ല, കൈ ഫുള്ള് കഴപ്പായി. പക്ഷേ എന്ത് ചെയ്യാനായിട്ട്, നമുക്കിപ്പോൾ അത് ശ്രദ്ധിച്ചിരിക്കാനായിട്ട് പറ്റില്ല. അപ്പോഴേക്കും അമ്മ ദാ വന്നിട്ടുണ്ട്. അമ്മ ഇന്ന് വരുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ഉച്ചയ്ക്ക് വിളിച്ചപ്പോഴാണ് അമ്മ എൻ്റെ അടുത്ത് പറയണത്. കേശു വന്നതിന് ശേഷം വിളിച്ചപ്പോഴാണ് അമ്മ പറയണത് ഞാൻ ഇന്ന് വൈകിട്ട് അങ്ങോട്ട് വരാമെന്ന് വിചാരിക്കുകയാണെന്ന്. അങ്ങനെ വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയപ്പോഴേക്ക് ദാ അമ്മ എത്തിയിട്ടുണ്ട്. അപ്പോൾ അമ്മ ആ ചെരുപ്പാണ് അകത്തോട്ട് പോയത്. അമ്മ പുറത്തിടയില്ല. അമ്മ അങ്ങനെ പുറത്തൊന്നും പോകില്ലല്ലോ. അപ്പോൾ ചെരുപ്പ് കൊണ്ട് എപ്പോഴും കട്ടിലടിയിൽ ഇട്ടിരിക്കും. അങ്ങനെ കേശുക്കുട്ട ഉറങ്ങിയായിരുന്നു. അമ്മ വന്നപ്പോഴേക്ക് സെറ്റിയിൽ കിടന്നങ്ങ് ഉറങ്ങി. അപ്പോൾ അമ്മ ഒന്ന് മുത്തൊക്കെ കൊടുത്തിട്ട് പൊന്നാ മോനെ എന്നൊക്കെ വിളിക്കുകയാണ്. ഒരു രക്ഷയും ഇല്ല. ഇനി കേശുവിൻ്റെ യൂണിഫോമൊക്കെ കഴുകാനുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ എന്താ യൂണിഫോമൊക്കെ കഴുകാനായിട്ട് എടുത്ത്, ഇന്നിപ്പം ഈ സമയത്തൊക്കെ കഴുകിയിട്ടാലേ ഒന്ന് സന്ധ്യ മയങ്ങുമ്പോഴേക്കും ഒന്ന് വെള്ളം മാറുന്നൊക്കെ കിട്ടുള്ളൂ. പിന്നെ ഒരു 2 ദിവസം എടുക്കണമല്ലോ ഇതൊന്ന് ഉണങ്ങി കിട്ടാൻ. അപ്പോൾ കേശുവിൻ്റെ അടിയിലിടുന്ന ബനിയനുണ്ടല്ലോ, അപ്പോൾ അത് ഞങ്ങൾ ആദ്യം ആ ബനിയൻ ഇട്ട് കൊടുക്കില്ലായിരുന്നു. എനിക്കൊരു ടീച്ചർ കമൻറ്റ് ചെയ്തതാണ്. ടീച്ചർ ആൾ പറഞ്ഞ് ഞാൻ ടീച്ചറാണ്, അപ്പോൾ മോന് യൂണിഫോം ഇടുന്ന സമയത്തേക്ക് ഇതുപോലൊരു ബനിയനും കൂടെ ഉള്ളിലിട്ടിട്ട് മാത്രമേ യൂണിഫോം ഇടാവൂ, അതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ മെസ്സേജ് എന്ന് വായിച്ചോ അതിൻ്റെ പിറ്റേന്ന് ചേട്ടൻ പോയി ഇതുപോലത്തെ കുറേ ബനിയനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. ഇപ്പോൾ ആ ബനിയൻ ഇട്ടതിന് ശേഷമാണ് മോന് യൂണിഫോമൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അത് കേട്ടപ്പോഴേക്കും നമുക്കും അത് ശരിയാണെന്ന് തോന്നി. അങ്ങനെ മോൻ്റെ യൂണിഫോമൊക്കെ ഇതാ കഴുകി. അല്ലെങ്കിൽ എനിക്ക് ഈ സമയത്തൊന്നും കഴുകാൻ പറ്റില്ല. കേശു ഉറങ്ങിയാലും ആളകത്ത് റൂമിൽ കിടക്കൂല, കാരണം കിടക്കാൻ പേടിയാണ്. ആ സോഫയിൽ തന്നെ കിടക്കും. അപ്പോൾ മോനറിയാം ഞാൻ അവിടെ തന്നെ കാണുമെന്ന്. അവിടെ കിടന്നാൽ ആൾ സുഖമായിട്ട് കിടന്നങ്ങ് ഉറങ്ങിക്കോളും. അപ്പോൾ ഇന്നിപ്പോൾ അമ്മ വന്നപ്പോഴേക്കാണ് ഞാൻ എന്താ യൂണിഫോമൊക്കെ എടുത്ത് പുറത്തോട്ട് ഇറങ്ങിയത് കഴുകാനായിട്ട്. ഇല്ലെങ്കിൽ ഞാൻ രാത്രി ആയിരിക്കും കഴുകണത് ചേട്ടൻ വന്നതിനൊക്കെ ശേഷം. അല്ലെങ്കിൽ കേശുക്കുട്ട ഉണർന്നിരിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല, എൻ്റെ കൂടെ ഇവിടെ കണ്ടോളും. അപ്പോൾ ഈ ടവലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഭയങ്കര പാടാണ് ഉണങ്ങി കിട്ടാനായിട്ട്. ചിലപ്പോൾ ഞാനിതിനെ തേച്ചൊക്കെ എടുക്കും ഉണങ്ങിയില്ലെങ്കിൽ. അല്ലാതെ എന്ത് ചെയ്യും, നമുക്ക് എന്തുമാത്രം ടവൽ വാങ്ങാൻ പറ്റും. അപ്പോൾ ഇനി അതിലൊന്ന് വെള്ള ഡ്രസ്സൊക്കെ നമ്മൾ ഉജാല മുക്കിയില്ലെങ്കിൽ ഒരുമാതിരി മഞ്ഞളിച്ച് പോകും പോലെ തോന്നുമല്ലോ. അങ്ങനെ മോൻ്റെ എന്തോ ഈ അടിയിലിടുന്ന ബനിയനൊക്കെ ഉജാലയൊക്കെ മുക്കിയെടുത്ത് കേശു അവിടെ വീണ്ടും നല്ല ഉറക്കമാണ്. അങ്ങനെ ഞാൻ എന്താ കപ്പലണ്ടി വാങ്ങിക്കാനായിട്ട് പോണതാണ്. അങ്ങനെ കപ്പലണ്ടി വാങ്ങി തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ കപ്പലണ്ടി വാങ്ങിക്കാൻ പോയത് വേറെ ഒന്നിനുമല്ല, കുറേ ദിവസം കൊണ്ട് ഞാനിങ്ങനെ ചേട്ടനോട് പറയണം എനിക്ക് ഒരു 1/4 കിലോ കപ്പലണ്ടി വാങ്ങിക്കൊണ്ടതാ, എനിക്ക് മിച്ചർ ഉണ്ടാക്കാനാണ്. അപ്പോൾ മോന് കൊടുത്തു വിടാമല്ലോ ഈവനിങ് സ്നാക്സ് ആയിട്ട്. മോന് മിച്ചറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്.
ഈ പറയും പോലെ പറഞ്ഞ് എൻ്റെ വായിലെ വെള്ളം വറ്റിയെന്നല്ലാണ്ട് കപ്പലണ്ടി ഇതുവരെ എനിക്ക് കിട്ടിയില്ല. അങ്ങനെ സഹി കെട്ട് ഞാൻ ഇവിടെ തൊട്ടടുത്ത കടയിൽ പോയി വാങ്ങിച്ച്. ഞങ്ങൾക്ക് കുളത്തൂരൊരു കപ്പലണ്ടി കടയുണ്ട്. അവിടെയാണെങ്കിൽ കുറച്ച് ലാഭത്തിന് കിട്ടും വാങ്ങാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പുള്ളിക്കാരൻ്റെ അടുത്ത് അവിടെ നിന്ന് വാങ്ങിത്താന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ വാങ്ങാനായിട്ടൊക്കെ പറ്റിയതുമില്ല. രാവിലെ ഞാൻ കടയിൽ ചെല്ലുന്ന സമയത്ത് മിക്കവാറും അവിടെ തുറക്കില്ല. അല്ലെങ്കിൽ അവിടെ കപ്പലണ്ടി പിന്നീടേ വരുവുള്ളായിരിക്കും. അല്ലെങ്കിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, ഞാൻ പോയി വാങ്ങുമായിരുന്നു, എനിക്ക് പ്രശ്നമില്ലായിരുന്നല്ലോ. ഇപ്പോൾ അത് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഈ മനുഷ്യൻ്റെ കാല് പിടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ മിക്സർ ഉണ്ടാക്കാനുള്ള ആദ്യ സ്റ്റെപ്പായിട്ട് കുറച്ച് കടലമാവ് എടുത്ത് അതിൽ കുറച്ച് കായപ്പൊടി ഇട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കുറച്ച് ഉപ്പും കൂടെയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇടിയപ്പത്തിൻ്റെ മാവ് നനയ്ക്കുന്ന പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് സേവനാഴിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല തിളച്ച് കൊണ്ടിരിക്കുന്ന എണ്ണയിലോട്ട് ഇതിനെ അങ്ങ് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കണം. അതാണ് മിക്സർ ഉണ്ടാക്കുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഞാൻ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. സത്യത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് മിക്സർ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ ചെറിയൊരു പരിചയക്കുറവൊക്കെ കാണുമല്ലോ. അപ്പോൾ ഇത് എത്രത്തോളം ഇങ്ങനെ പിഴിഞ്ഞൊഴിച്ചാൽ സെറ്റാവുന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഉദ്ദേശത്തിലേക്ക് അതിനെ ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ച് അതിനെ ഒന്ന് മൂപ്പിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് മാത്രമായിട്ട് കഴിക്കാനായിട്ട് ഇവിടുത്തെ അമ്മയ്ക്കായിരുന്നാലും ചേട്ടനായിരുന്നാലും നാത്തൂമാർക്കായിരുന്നാലും ഭയങ്കര ഇഷ്ടമാണ്. അവരിതിനെ ഓമപ്പൊടി എന്നാണ് പറയണത്. എന്ന് വെച്ചാൽ ഇവിടുത്തെ അച്ഛനുണ്ടല്ലോ, ചേട്ടൻ്റെ അച്ഛൻ പണ്ട് വരുമ്പോൾ ഇതാണ് കൂടുതലും വാങ്ങിക്കൊണ്ട് പോകും. നമുക്ക് ഇത് മാത്രം സെപ്പറേറ്റ് പാക്കറ്റുകളൊക്കെ കിട്ടുമല്ലോ. ഇത് വാങ്ങിക്കൊണ്ട് വന്നിട്ട് പഴവും കൂടെ വാങ്ങിച്ചുകൊണ്ട് വരും. എന്നിട്ട് ചോറിൽ എന്തെങ്കിലും കറികൾ നമ്മളിങ്ങനെ ഞൊടി കഴിക്കുമല്ലോ, അതുപോലെ ഈ സംഭവത്തിൽ പഴം ഇങ്ങനെ മുക്കി അതിനെ മിക്സ് ചെയ്തിട്ട് ഉരുട്ടി കഴിക്കുമെന്നവർ. അപ്പോൾ അവർക്ക് ഭയങ്കര, ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഈ സംഭവം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ അതിന് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുമല്ലോ, ഒരുമാതിരി തണുത്തിരിക്കും. നമുക്ക് ഈ പറയും പോലെ ഒന്നും അറിയില്ലല്ലോ. ഞാൻ യൂട്യൂബ് നോക്കി കണ്ട് പഠിച്ച് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങ് ചെയ്തു തുടങ്ങിയതാണ്. നമുക്ക് ചിലതൊക്കെ കാണുമ്പോൾ ഭയങ്കര ആവേശമാണല്ലോ. അപ്പോൾ അതെന്തായാലും നല്ല രീതിയിൽ കിട്ടി. പിന്നെ മറ്റേ അതിലിങ്ങനെ ഉണ്ട സാധനം കിടക്കുമല്ലോ, അപ്പോൾ അതുണ്ടാക്കുന്നതാണ് അടുത്ത ജോലി. അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ കണ്ണാപ്പയിലാണ് ഒഴിച്ചെടുത്തത്. പിന്നെ എനിക്ക് അങ്ങനെ ഒരു സ്പോട്ടുള്ളൊരു പാത്രമുണ്ട്, അതിലൊഴിച്ചെടുത്ത് അതും റെഡിയാക്കി വെച്ച് ഇനി കപ്പലണ്ടി ഉണ്ടല്ലോ, കപ്പലണ്ടി ഒന്ന് എണ്ണയിലിട്ട് അതും കൂടെ ഒന്ന് മൂപ്പിച്ച് കോരിയെടുക്കണം. ഞാനിപ്പോൾ 1/4 കിലോ കപ്പലണ്ടി വാങ്ങിച്ചിട്ട് കേശുവിന് ഭയങ്കര ഇഷ്ടമാണ് കപ്പലണ്ടി. പക്ഷേ ആൾ പറയണത് പക്കണ്ടി എന്നാണ്, കപ്പലണ്ടി എന്ന് പറയാനായിട്ട് അറിയില്ല. അപ്പോൾ കുറച്ച് കപ്പലണ്ടി മോന് കഴിക്കാനായിട്ട് കൊടുത്ത് ബാക്കി മൊത്തം കപ്പലണ്ടിയും ഞാൻ 1-2 പ്രാവശ്യമായിട്ട് ഇതിലോട്ട് തന്നെ ഇട്ട് കൊടുത്ത് ആദ്യം അതിൻ്റെ പകുതി മുക്കാലോളം എടുത്താണ് വറുത്തെടുത്തത്. പിന്നെ ഞാനതെല്ലാം മിക്സ് ചെയ്ത് വന്നപ്പോഴേക്കും എനിക്ക് വീണ്ടും കപ്പലണ്ടി കുറവായിട്ട് തോന്നിയിട്ട് ഞാൻ ബാക്കി ഇരുന്നതും കൂടെ അങ്ങ് ഇട്ട് കൊടുത്ത് അങ്ങനെ കപ്പലണ്ടിയും കൂടെ മൂപ്പിച്ച് കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഓൾറെഡി വറുത്ത കപ്പലണ്ടിയാണ്, നമ്മൾ നോർമലായിട്ട് കഴിക്കാൻ വാങ്ങില്ലേ, ആ കപ്പലണ്ടിയാണ്. അപ്പോൾ എനിക്ക് പിന്നെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, നമ്മൾ പച്ച കപ്പലണ്ടി വാങ്ങിച്ചിട്ടാണോ വറുത്തെടുക്കണത് അല്ല ഇത് തന്നെയാണോ എന്ന്. എന്തായാലും സംഭവം നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പൊട്ടുകടല വാങ്ങിച്ച് വെച്ച് അന്ന് തൊട്ടാണ് കപ്പലണ്ടി ഉണ്ടാക്കണമെന്നൊരു മോഹം എൻ്റെ മനസ്സിൽ തോന്നിയത്. പൊട്ടുകടല വാങ്ങിച്ചത് ഞാനിങ്ങനെ ലെമൺ റൈസിൻ്റെ ഒരു റെസിപ്പി കണ്ടപ്പോഴേക്ക് അതിൽ പൊട്ടുകടല ഇട്ടാണ് അവരത് എടുക്കുന്നത് കണ്ടത്. അങ്ങനെയാണ് അന്ന് പൊട്ടുകടല വാങ്ങി വെച്ചത്. അങ്ങനെ പൊട്ടുകടലയും വെള്ളത്തിലോ എണ്ണയിലിട്ട് അതും മൂപ്പിച്ച് കോരിയെടുത്ത് ഇനി അടുത്തത് കറിവേപ്പിലയാണ്. അപ്പോൾ ഒരു പിടിയോളം കറിവേപ്പില നല്ല തിളച്ചുകൊണ്ടിരിക്കണം ആ സെയിം എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് അതിനെയും കൂടെ ഇനി ഒന്ന് വറുത്ത് കോരിയെടുക്കണം. അങ്ങനെ കപ്പലണ്ടി അല്ല കറിവേപ്പിലയും കൊണ്ട് വറുത്ത് കോരി എടുത്തിട്ട് ഒരു 3-4 വെളുത്തുള്ളി ചതച്ചിട്ട് അതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇത്രയാവുമ്പോഴേക്കും നമുക്ക് മിക്സ്ചറിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒരു വിധമാവും. നമുക്ക് ഇനിയും എന്ത് വേണമെങ്കിലും ചേർക്കാം. മുതിര ചേർക്കണവരുണ്ട്, ഗ്രീൻ പീസ് ചേർക്കണവരുണ്ട്. നമുക്കതൊന്നും വേണ്ട, ഇത്രയും സംഭവങ്ങൾ മാത്രം മതി. നമ്മളൊരു നോർമൽ മിക്സ്ചറിൽ ഇത്രയൊക്കെയല്ലേ കാണുള്ളൂ. ഇനിയാണ് അടുത്ത് മിക്സിങ്. അപ്പോൾ ഞാൻ ഈ ഒരു സംഭവം അതിനെ ഒന്ന് കഴുകി തുടച്ചിട്ട് ഞാനത് അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കിയൊക്കെ എടുത്ത് ഇനി നമ്മൾ നേരത്തെ നമ്മൾ ഓമപ്പൊടി പോലെ ഇരിക്കണമെന്ന് പറഞ്ഞില്ലേ, ആ സംഭവത്തിനൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്, വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ല. നമ്മൾ പൊടിക്കുമ്പോൾ തന്നെ മനസ്സിലായില്ലേ, നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ വെറുതെ ഞാൻ കഴിച്ചു നോക്കിയതാണ്, ഉപ്പും മുളകും ഒക്കെ എല്ലാം ശരിയാണോ എന്ന്, എല്ലാം കറക്റ്റായിരുന്നു. അങ്ങനെ അതിനെ നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇനി
കേശു കൂടെ കൂടെ ഒന്ന് ഹാജർ വെക്കണോണ്ട് അമ്മ ഇപ്പം മിച്ചർ റെഡി ആവുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ മറ്റേ ആ ഉണ്ട സംഭവമൊക്കെ ഇട്ട് അതുമൊക്കെ ഇട്ട് കൊടുത്ത് ഇനിതാ ഈ സംഭവങ്ങളെല്ലാം വറുത്ത് കോരി വെച്ചിരിക്കണേ ഇതെല്ലാം കൂടെ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുമ്പോഴേക്കും നമ്മുടെ കൈ അറിയാണ്ട് വായിലോട്ടായിരിക്കും പോണത്. ഇതൊക്കെ നമുക്ക് അത്ര ഇഷ്ടമുള്ള സംഭവങ്ങളല്ലേ. ഇനി അതിനൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ലാസ്റ്റ് എനിക്കിത് കണ്ടില്ല, ഇത് കണ്ടപ്പോഴേക്കും കപ്പലണ്ടി കുറച്ച് കുറവ് പോലെ തോന്നി. അങ്ങനെ ഞാൻ ബാക്കി ഇരുന്ന കപ്പലണ്ടിയും കൂടെ ഫുള്ള് ചേർത്ത് കൊടുത്ത് കുറച്ച് കായം വീണ്ടും ചേർത്ത് കൊടുത്ത് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തായിരുന്നു. ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എരിവാക്കി എടുക്കാം. പക്ഷേ കേശുവിനും കൂടെ മോനും കൂടെ കഴിക്കാനുള്ളതല്ലേ. അങ്ങനെ അമ്മയെ വിളിച്ച് കാണിച്ചപ്പോഴേക്കും അമ്മയ്ക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടായിരുന്നു ഉണ്ടാക്കിയത്. അപ്പോൾ ഫൈനലി നമ്മുടെ മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമുക്ക് സെൽഫായിട്ട് തന്നെ തോന്നില്ല ആഹാ നന്നായിരിക്കണമെന്ന്. അതുപോലെ എനിക്കൊരു ഫീലിംഗ് ആയിരുന്നു ഇത് ഉണ്ടാക്കി തീർന്നപ്പോഴേക്ക്. അങ്ങനെ കുറച്ചൊക്കെ എടുത്ത് കഴിച്ചിട്ട് കേശുവിനും കൊടുത്തിട്ട് അതിനൊരു കുപ്പിയിലാക്കി അടച്ചു വെച്ചിരിക്കുകയാണ്. ഇനി അടുക്കളയിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ ഇത് തീറ്റയായിരിക്കും ജോലി. ഇതൊക്കെ കണ്ടാൽ നമുക്ക് അങ്ങനെ ഒരു ടെൻഡൻസി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ എന്താ പറയാനായിട്ട് എനിക്കിങ്ങനെ നന്നായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. നല്ല പക്കയായിട്ട് വന്ന് ചില സംഭവങ്ങൾ നമ്മൾ പോലും വിചാരിക്കാണ്ട് അങ്ങ് പക്കയായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിൽ പരം ഒരു സന്തോഷം വേറെ കാണൂലല്ലോ. അപ്പോൾ ആ ഒരവസ്ഥയായിരുന്നു എനിക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളിത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം, അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോയും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.